ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളിന്ന് പറമ്പിലൊക്കെ ഇറങ്ങിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഇതുപോലെ നമ്മൾ പറമ്പിലൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ നമുക്ക് നാച്ചുറലി ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ കിട്ടും. അങ്ങനെ ഒരു ഐറ്റം കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വർക്ക്. പപ്പിയും കൂടി എൻ്റെ കൂടെ സഹായത്തിന് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് നടന്ന് നോക്കിയപ്പോൾ കുറേ കിട്ടിയിട്ടുണ്ട്. നല്ല കിടുക്കൻ ഐഡിയ കിട്ടിയിട്ടുണ്ട്. കുറേ ഇതുപോലത്തെ ഉണങ്ങിയ പിന്നെ കൊട്ടത്തേങ്ങ എന്നൊക്കെയാണെന്ന് തോന്നുന്നു പറയാ സംഭവം കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടിപൊളി ക്രാഫ്റ്റ് ചെയ്യാം. പപ്പി വേണ്ടിയുണ്ട് തരം വാ ഇങ്ങോട്ടോ എന്റെ കയ്യിലുള്ളത് ഞാൻ ചെല്ലുന്ന രണ്ടാണ് ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പൊളിക്കാൻ പോകുന്നു. അങ്ങനെ കിട്ടിയിട്ടുള്ളത് ഉണക്ക തേങ്ങയാണ്. ഇത് നോർമലി വീണ് അവിടുന്ന് തന്നെ അതിൻ്റെ വെള്ളവും കാര്യങ്ങളൊക്കെ പോയി അങ്ങനെ കുറേ കാലം കിടന്ന് കിട്ടിയിട്ടുള്ളൊരു സംഭവം കേട്ടോ. നല്ല വിറക് നമ്മളിങ്ങനെ അടുപ്പിലൊക്കെ കത്തിച്ചാൽ വെച്ചപാട് കത്തുന്ന ടൈപ്പ് ഒരു സംഭവമാണ്. അപ്പോൾ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാടൊന്നും നമുക്ക് ഇങ്ങനത്തെ സംഭവം ഇനി കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റൂല. അപ്പോൾ കുറച്ചൊന്ന് പറമ്പിലൊക്കെ ഇറങ്ങി നടക്കുവാണെങ്കിൽ മഴ പെയ്യുന്ന സമയത്തിന് മുന്നേ ആയിട്ട് നമുക്ക് ഇതുപോലത്തെയൊക്കെ കളക്ട് ചെയ്യാം. പിന്നെ ഒരുപാട് മഴയൊക്കെ പെയ്താൽ പുല്ലൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ പറമ്പിലൊക്കെ ഇറങ്ങി നടങ്ങി നോക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അപ്പോൾ അത്യാവശ്യം വലിയ സൈസിലുള്ള ഒരു കൊട്ടത്തേങ്ങനെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ അതിൻ്റെ കുറേ പൊട്ടിയ പോർഷനൊക്കെ ഒന്ന് നീറ്റാക്കി അതുപോലെ ഒരുപോലെ രണ്ട് ഭാഗവും ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ട് എവിടെയൊക്കെയാണോ കുറേ ഇങ്ങനെ പൊട്ടി പോയിട്ടുള്ളത് ആ ഭാഗമൊക്കെ നമ്മളൊന്ന് നീറ്റാക്കി സെയിം പോലെ ആക്കി എടുക്കുന്നുണ്ട്. ആദ്യത്തെ ടാസ്ക് അത് തന്നെയായിരുന്നു കേട്ടോ. ക്ലേ നല്ല രീതിയിൽ നല്ല സോഫ്റ്റ് ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു രീതിയിൽ ആ ഒരു കറക്റ്റ് അളവിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നാച്ചുറൽ ക്ലേ ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ഞാൻ ഇതുപോലെ മീഷോയിലൊക്കെ നോക്കി അവസാനം എനിക്ക് ബൾക്കായിട്ട് 1 kg അല്ല 2 kg ക്ലേ നാച്ചുറൽ ക്ലേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു പാക്ക് ഓഫ് ക്ലേ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ ഞാൻ യൂസ് ചെയ്യാണ്ട് മാറ്റി വെച്ചപ്പോൾ കട്ട പിടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു സെറ്റ് ക്ലേ ആണ്. നല്ല യൂസ് ആട്ടോ. നല്ല അടിപൊളി ഫിനിഷിങ് നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാനും പറ്റുന്നുണ്ടായിരുന്നു. എയർ ഡ്രൈ ക്ലേ ആണെങ്കിൽ അതും നമുക്ക് യൂസ് ചെയ്താൽ മതി. അപ്പോൾ കുറച്ച് പോർഷൻ നമ്മൾ നല്ല രീതിയിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള കുറച്ച് പോർഷനിലേക്ക് ഇതുപോലെ നമ്മൾ ക്ലേ റോൾ ചെയ്തെടുത്തതിന് ശേഷം അറ്റത്തായിട്ട് ഇതുപോലെ നമ്മളൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നതെന്ന് വല്ല ഐഡിയ ഉണ്ടോ? എന്തെങ്കിലുമൊക്കെ ഭാവമൊക്കെ കണ്ടിട്ട് എക്സ്പ്രഷനും അതുപോലെ തന്നെ ആ ഒരു ഫിനിഷിംഗ് ഒക്കെ കണ്ട് എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് ഈ ഒരു സമയത്ത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഫൈനൽ ലുക്ക് കണ്ടിട്ട് കമൻറ്റ് ചെയ്യല്ലേ, അത് ചീറ്റിംഗ് ആണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി 2 കുഞ്ഞും ക്ലേ ഇതുപോലെ നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മിഡിലായിട്ട് ഇതുപോലെ നമ്മൾ പെന്നിൻ്റെ ബാക്ക് സൈഡ് വെച്ച് ഒന്ന് കുത്തി കൊടുത്തതിന് ശേഷം ഒരു ഐറ്റം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് കണ്ണായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി കേട്ടോ. കണ്ണെന്നൊക്കെ പറയുമ്പോൾ തന്നെ മനസ്സിലായല്ലോ, നമ്മളൊരു ജീവിനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ഒരു കാർഡ്ബോർഡ് എടുക്കുക. അതിലേക്ക് ഒന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു വാലിൻ്റെ പോർഷൻ. അപ്പോൾ വാലും കണ്ണൊക്കെ ഉള്ള ഒരു ജീവിയാണ്. അപ്പോൾ വാലെന്ന് പറയുമ്പം പശു, ആട് അങ്ങനത്തെ സംഭവമൊന്നുമല്ല. അപ്പോൾ ഈ ഒരു വാലിൻ്റെ ഷേപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സംഭവം മനസ്സിലായോ? നമ്മളിന്നൊരു ഫിഷിനെയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്, മീൻ. അപ്പോൾ ഇതുപോലെ അതിൻ്റെ എങ്ങനെയാണോ വേണ്ടത് അതിന് കണക്കായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ സൈസിൽ തന്നെയുള്ളൊരു വാൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം. പിന്നെ ഒരു വലിയ ചെറുക്കും കൂടി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കളറാണ് മെയിനായിട്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഞാനൊരു റെഡ്, ഓറഞ്ച്, യെല്ലോയിഷ് കളറാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ചും കൂടി അട്രാക്റ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടി മാത്രമാണ് ആ ഒരു കളേഴ്സ് ഞാൻ ചൂസ് ചെയ്തത് കേട്ടോ. പിന്നെ ഇതൊരു ഒറിജിനൽ മീനാണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്നൊന്നും ഞാൻ പറയുന്നില്ല. നമുക്കൊരു ക്രിയേറ്റീവായിട്ടുള്ള നല്ല അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഡെക്കോർ ഐറ്റം എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് അട്രാക്റ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു കളറിനെ ഞാൻ ചൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഒരു യെല്ലോയിഷ്, ഓറഞ്ചിഷ് ആ ഒരു കളർ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ബ്ലെൻഡഡ് ആയിട്ട് ഞാൻ വാലിന് കൊടുത്തു. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും കൊടുത്തു. കംപ്ലീറ്റ് ഉള്ളിൽ ഭാഗത്ത് കാണുന്ന സൈഡിലും കൂടി ഒരു ഓറഞ്ച് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ എല്ലാ ഭാഗവും നല്ല കളർഫുള്ളായിട്ട് വിസിബിൾ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ ഇങ്ങനത്തെ കളർ ഷെയ്ഡ് ആ ഒരു ബ്ലെൻഡഡ് ആയിട്ടുള്ള ലുക്ക് ഒന്നും വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. കംപ്ലീറ്റ് മിക്സ് ആയിട്ടൊരു കളർ കൊടുത്താൽ മാത്രം മതി. പക്ഷേ പുറത്ത് കാണുന്ന ആ ഭാഗത്ത് ഒരു ഓറഞ്ചിഷ് യെല്ലോയിലേക്ക് വരുന്ന രീതിയിലുള്ള കളേഴ്സ് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമില്ല അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കൊട്ടത്തേങ്ങനെ നമുക്കൊന്ന് കുട്ടപ്പനാക്കി എടുക്കാം. ഇതുപോലെ നമ്മൾ ആ ഒരു ക്ലേ ജസ്റ്റ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഒരു ഓറഞ്ചിൽ നിന്ന് തുടങ്ങി റെഡിലേക്ക് അവസാനിക്കുന്ന രീതിയിലുള്ള ഒരു ബ്ലെൻഡഡ് ആയിട്ടുള്ള കളേഴ്സ് തന്നെയാണ് ഇവിടെയും ഞാൻ ചൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ നല്ല നീറ്റായിട്ട് നമ്മൾ ബ്രഷ് എടുത്തിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. പിന്നെ
ഒത്തിരി കളറിനൊന്നും പിശുക്ക് കാണിക്കരുത്. നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. കൊട്ടത്തേങ്ങയാണ്. പിന്നെ ബേസ് കോട്ട് വൈറ്റ് അടിച്ച് ഉണക്കിയെടുത്തതിന് ശേഷമാണ് നമ്മൾ കളർ കൊടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടി നമുക്ക് കളേഴ്സ് ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും ട്ടോ. അല്ലാതെ ഇതുപോലത്തെ റഫായിട്ടുള്ള ഭയങ്കര ഡാർക്കായിട്ടുള്ള ബേസിലേക്കാണ് കളർ അടിച്ച് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്, അതായത് ബേസ് വൈറ്റ് അടിച്ചിട്ട് യൂസ് ചെയ്യുന്നതിനേക്കാൾ എമൗണ്ട് പെയിൻറ്റ് ആവശ്യമായിട്ട് വരും. കാരണം അത്രയും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണമല്ലോ. കളറൊക്കെ നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ 1, 2, 3 കോട്ടൊക്കെ അടിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ വൈറ്റ് ബേസ് അടിച്ചിട്ട് നല്ല രീതിയിൽ ഉണക്കിയതിന് ശേഷം മാത്രം കളർ കൊടുക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാത്തിലും നമ്മൾ കളർ ചെയ്തെടുക്കുന്നുണ്ട്. കണ്ണിനൊക്കെ ഇതുപോലെ വൈറ്റ് അടിച്ചെടുത്തതിന് ശേഷം ഉള്ളിൽ ബ്ലാക്ക് അടിച്ചിട്ട് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ള അതുപോലത്തെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്രാഫ്റ്റ് ആർട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ എത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് വീഡിയോ ഷെയറും ചെയ്ത് കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ബേസിൽ അടിച്ചു കൊടുത്ത കളർ നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഈ മീനിൻ്റെ പുറത്തെ ഒരു ഉച്ചുള്ളി പോലത്തെ സംഭവം ഉണ്ടല്ലോ, എന്നാൽ ചെതുമ്പൽ, അതുപോലത്തെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടി ഇതുപോലെ നമ്മൾ കുറേ റാ 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 നാ 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 പോലെയൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ചെതുമ്പലിന് വേറെ എന്തെങ്കിലും പറയാറുണ്ടോ? അതൊന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഞാനൊരു എക്സ്പെരിമെൻ്റ് എന്നുള്ള രീതിയിലാണ് ഒരു സൈഡിൽ ഇങ്ങനെ നമ്മൾ ചെതുമ്പൽ പോലത്തെ ഒരു ലുക്ക് കൊടുത്തത് കേട്ടോ. മറ്റേ സൈഡ് ഞാൻ പ്ലെയിൻ ആയിട്ടാണ് വെച്ചത്. ഏതാണ് കൂടുതൽ ഭംഗി എന്നുള്ളത് നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അങ്ങനെ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒന്നും കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഫീൽ വന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഒരു ഓറഞ്ച് ഷെയ്ഡിൽ നിന്ന് കുറച്ചൊന്ന് മാറിയിട്ട് പിന്നെ കുറച്ച് ഒരു ബ്ലാക്ക് വെച്ചിട്ട് കുറേ അവിടെ ഇവിടെയൊക്കെ ഡോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തു. അതൊക്കെ ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്ത് തുടങ്ങിയതാണ്. പക്ഷേ വേണ്ടിയിരുന്നില്ല എന്നും തോന്നുന്നുണ്ട്. എന്നാൽ ലുക്ക് കാണുമ്പോൾ വലിയ കുഴപ്പമില്ല എന്നും തോന്നിയിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, ഈ ഒരു യെല്ലോ കളർ കൊടുത്തത് ഓക്കെ ആണോ, കൊള്ളാവോ എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ അഭിപ്രായം കൂടി ഞാൻ കേൾക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്, മറ്റേ സൈഡ് വെറുതെ വിട്ടു. നമുക്കിതാ ഇതുപോലൊരു വൈറ്റ് കളറ് പേപ്പർ എടുത്തിട്ടുണ്ട്. ചെറിയൊരു പീസ് പേപ്പർ എടുത്താൽ മതി. അതിലേക്ക് ഇതുപോലെ കുനാന്നൊന്ന് വെട്ടി കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് മനസ്സിലായോ? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സംഭവം എന്തായാലും സക്സസ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ 2 പീസ് നമ്മൾ ചെയ്തെടുത്തു. ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ മീനിൻ്റെ വായിലേക്ക് ഒന്ന് ഇറക്കി വെച്ച് കൊടുത്തു. നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു റൂഡ് ഫീൽ വന്നിട്ടുണ്ട്. സംഭവം ആരോ കടിക്കാൻ കിട്ടിയാൽ അങ്ങ് കടിച്ച് പറിക്കാൻ നിൽക്കുന്ന രീതിയിലുള്ളൊരു ലുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫേസ് തന്നെ ആയിട്ട് കിട്ടി. ഞാൻ ഉദ്ദേശിച്ചൊരു ഫേസ് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ കണ്ണും കൂടി നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വാലും കൂടി നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ബാക്കിലത്തെ ആ ഒരു ഹോളിന് കണക്കായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് കണ്ടോ? എന്തായാലും അടിപൊളിയില്ലേ? ഒരു ഭാഗം പ്ലെയിനും മറ്റേ ഭാഗം നല്ല കളർഫുള്ളായിട്ടും കൊടുത്തിട്ടുണ്ട്. ഏത് സൈഡാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായി എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ ഒരു പല്ല് വെച്ച ശേഷമാണോ പല്ലിന് മുന്നേ ആണോ നിങ്ങൾക്ക് ഭംഗിയായിട്ട് തോന്നുന്നത്, അതും കൂടി ഒന്ന് പറയാം. അപ്പോൾ ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കിടക്കാനായിട്ടുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ കൂടണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. മറ്റൊരു നല്ല വീഡിയോ കാണുന്നവരെ സേഫ് ആയിരിക്കുക. സീ യു.